നമ്മൾ മേളത്തെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള കൈവരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളൊരു 3 പാളിയുടെ വേ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഗ്രേ ആണ്. എവിടെ നോക്കിയാലും ഗ്രേ, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ വുഡ് ഫിനിഷ്. ഇത്രയാണ് നമ്മുടെ ഈ വീടിന്റെ ഇവിടുത്തെ സ്പേസ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേസ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സ്റ്റെയർ നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്, പിന്നീട് അത് മാറ്റിയതാണ്. ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫുൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വിൻഡോ ആണ്. ഇപ്പൊ പുറത്ത് മഴയാണ്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത്. ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ പാലുകാച്ചിന് ഒരാഴ്ച മുമ്പാണ്. നമ്മുടെ ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 12x12 ആണ്. യൂട്ടോ ഹോം സൊല്യൂഷൻസിന്റെ പുതുമയാർന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ. യൂട്ടോ ഹോം സൊല്യൂഷൻ നിൽക്കുന്ന നമ്മുടെ ഓച്ചറയിലാണ്. ഓച്ചറയിൽ നമ്മുടെ ഗിരീഷേട്ടനും ഫാമിലിക്കും നിർമ്മിച്ച അതിമനോഹരമായ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീടിന്റെ വിശേഷങ്ങളോട്ട് പോകാം. നമ്മുടെ ഈ വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗിരീഷേട്ടന് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഗ്രേ കളറാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് മൊത്തത്തിൽ നമ്മൾ ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് നേരെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫുള്ള് ഗ്രേ ആണ്, പിന്നെ വൈറ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വുഡൻ ഡിസൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ സിറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ടൈൽ ഒരേ കോമ്പിനേഷൻ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ട്. ബ്ലൂ കളർ ഷെയ്ഡിലെ മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം നമ്മളുടെ ബ്ലാക്ക് കളർ ഒരു ബോർഡർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനുള്ള ഒരു പൂവരശിൽ തീർത്ത അതിമനോഹരമായിട്ടുള്ള ഡോർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ജനലുകളെല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ടൊരു 2 പാളിയുടെ ഒരു ഫ്രഞ്ച് വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ പാലുകാച്ചിന് ഒരാഴ്ച മുമ്പാണ്. നമ്മുടെ ഇവിടെ എപ്പോക്സിയുടെ വർക്ക് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വർക്ക് നമുക്ക് ബാക്കിയുണ്ട്. പിന്നെ അത് മുമ്പ് നമ്മളങ്ങ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഹാളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സെയിം 4x2 മാറ്റ് ഫിനിഷ് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 പാളിയുടെ ജനലുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫ്രഞ്ച് പാളിയുടെ 2 വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അവർക്ക് TV യൂണിറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ബാക്കി ഇത് ചെയ്യാതിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള സ്റ്റെയർ നമ്മൾ സ്കോർട്ടൂവിലാണ് സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ നേരെ ഡൈനിങ് ഏരിയ ആണ് ഇത് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫുൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വിൻഡോ ആണ്. ഇപ്പോൾ പുറത്ത് മഴയാണ്, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കാത്തത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോർട്ട്യാർഡും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വാഷ് കൗണ്ടറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളിവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ എന്തായാലും ഈ വീഡിയോ വരുമ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരാഴ്ച മുമ്പ് എടുക്കുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരെ ഇവിടെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. ഓപ്പൺ കിച്ചണിനകത്ത് നമ്മൾ അത്യാവശ്യം സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ കിച്ചണിനകത്തോട്ട് വരുമ്പോൾ തന്നെ ഇവിടെയും ഗ്രേ ആണ്. എവിടെ നോക്കിയാലും ഗ്രേ, അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ വുഡ് ഫിനിഷ്. ഇത്രയാണ് നമ്മുടെ ഈ വീടിന്റെ വരുന്നത്. നമ്മുടെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു കബോർഡ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള സോക്കറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളൊരു സിങ്കിന്റെ ഒരു കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഒറ്റപ്പാളിയുടെ ഒരു വിൻഡോയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കിച്ചണകത്ത് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കിച്ചണകത്ത് 2 പാളിയുടെ ഒരു വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ഡോർ ശ്രദ്ധിച്ചറിയാം. നമ്മളൊരു വെറൈറ്റി പാറ്റേൺ എന്നുള്ള ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതും ഗ്രേ ആണ്. ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബെഡ്റൂം നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10x10 സൈസ് ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു ഗ്രീൻ കളർ പെയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 വാൾ നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 6 വാട്ട്സിന്റെ 2 ലൈറ്റ്, വൈറ്റ് കളർ ലൈറ്റും അതിന് 3 വാട്ട്സിന്റെ വാം കളറിലെ 2 ലൈറ്റ് നമ്മൾ ഈ ബെഡ്റൂമിനകത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ജിപ്സം സീലിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്, പിന്നീട് അത് മാറ്റിയതാണ്. നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് വരുമ്പോൾ സെയിം പാറ്റേണിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു 3 പാളിയുടെ വിൻഡോ, അതുപോലെ 2 പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 11x12 ആണ്. ഇവിടെ നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വീണ്ടും ഹാളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ആയിട്ടൊരു കോമൺ ബാത്റൂം കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഡോർ ഇട്ടിട്ടില്ല. ഡോർ നമ്മൾ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ഇതിനകത്ത് നമ്മളൊരു സിംഗിൾ പീസിന്റെ ഒരു ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷവർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബാത്റൂമാണ്, അതിന്റെ അനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മനോഹരമായിട്ടുള്ള 4x2 വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനുള്ള ഒരു ടൈൽ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ മേളിലോട്ട് പോകുമ്പോഴത്തേക്ക് മനോഹരമായിട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പേസ്
കുറയ്ക്കാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സ്പേസ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സ്റ്റെയർ നമ്മൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ക്വയർ ട്യൂബിൽ മനോഹരമായിട്ടുള്ള കൈവരിയെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു സ്റ്റെയറാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വരെ നമ്മുടെ സ്റ്റീലിന്റെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമ്മൾ കോൺക്രീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു 3 പർഗോള കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ മനോഹരമായിട്ട് കുറെ കൈവരിയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു 2 വളരെ ഫ്രഞ്ച് വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ വ്യൂ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ മേളത്തെ ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മേളിൽ നമുക്ക് മൊത്തത്തിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 12x12 ആണ്. നമ്മൾ നേരെ വരുന്നത് മേളത്തെ റൂമിലോട്ടാണ്. നമ്മുടെ ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം. മൊത്തത്തിൽ 4 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഇവിടെ സെയിം ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മളൊരു 3 പാളിയുടെ വേ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് അത്യാവശ്യം ഇരിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു വാള് ഗ്രേ കളറും ബാക്കി 3 വാള് നമ്മൾ വൈറ്റ് കളറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്ക് താഴത്തെ സെയിം പാറ്റേണിലുള്ള ടൈലാണ് ഈ ബാത്റൂം യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇവിടെ നമ്മളൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. 4ാമത്തെ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 12x12 ആണ്. ഈ ബെഡ്റൂമിനകത്ത് 3 വാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 വാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ ബെഡ് കൺട്രോളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ ബെഡ്റൂമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മളൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ സിംഗിൾ പീസ് ക്ലോസറ്റ്, വാട്ടർ ഹീറ്ററിന്റെ പോയിന്റ്, ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേളത്തെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ള കൈവരി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊഫൈൽ ലൈറ്റിന്റെ നല്ലൊരു ഡിസൈൻ നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പോളിഷ് വർക്കിൽ ഉള്ള ഒരു വുഡന്റെ ഡിസൈൻ പെയിന്റിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ആയിട്ടൊരു ബ്ലൂ കളർ ആൻഡ് വുഡൻ ഫിനിഷ് ഇത് കൊടുത്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങാത്തത്. അന്നേരം ഇത്രയാണ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ. നമ്മുടെ ഈ വീടിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഒരേ പാറ്റേണിലുള്ള ടൈല് നമ്മളൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരേ പാറ്റേണിലുള്ള ടൈൽ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നത് അതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അന്നേരം ഇത്രയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ. യൂട്ടോ ഹോം സൊല്യൂഷൻസിന്റെ ഈ പുതുമയാർന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്ടോ ഹോം സൊല്യൂഷൻസ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുക. അന്നേരം അടുത്ത ഒരു പുതുമയാർന്ന വീടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഉല്ലാസ് യൂടെക്. ബൈ.